സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ ഫരിസേയരെയൊക്കെ വിളിച്ചു പറയുകയാണ്, കപടനാട്യക്കാരെ. നാട്യം തന്നെ ശരിയല്ല അല്ലേ? നാട്യം തന്നെ അഭിനയിക്കുക എന്നാണ്. അപ്പം അഭിനയം തന്നെ കപടമായിട്ടാണെങ്കിലോ? അപ്പം യഥാർത്ഥത്തിൽ നാട്യം അനുഗ്രഹിക്കപ്പെട്ട ഒരു കലയാണ് അല്ലേ, നടനം എന്നൊക്കെ പറയണത്. എന്നാൽ അത് കപടനാട്യമായാലോ? അതാണ് ഫരിസേയരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ നാട്യത്തിലൂടെ അവർ ഒരിക്കലും ഒരാളെ ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നില്ല. നമ്മളിൽ പലരും കപടനാട്യക്കാരാണോ എന്ന് ചിന്തിക്കണം. കാരണം തമ്പുരാനെയാണോ കളിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് മനുഷ്യരെയൊക്കെ കളിപ്പിക്കാൻ പറ്റും, പക്ഷെ തമ്പുരാനെ കളിപ്പിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ ആയിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, ശ്രമിക്കാം. അങ്ങനെ ഒരു മനോഭാവം വന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മിലെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മെ തിരുത്താനാവില്ല. നമ്മിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ, ദൈവത്തെ കാണുവാൻ ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.